ഇന്ത്യൻ ടെലിവിഷൻ ചാനലുകൾ മൾട്ടി ലാംഗ്വേജിൽ നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ എങ്ങനെ കാണാം, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. DTHകളിലും കേബിൾ നെറ്റ്വർക്കുകളിലൊക്കെ ഈ സെറ്റിങ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ടാറ്റ പ്ലേ അല്ലെങ്കിൽ ടാറ്റ സ്കൈയുടെ റിമോട്ടാണ് ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് മൾട്ടി ലാംഗ്വേജ് പ്രാദേശിക ഭാഷകളിലൊക്കെ വോയിസ് ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു സംവിധാനം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കുട്ടികൾക്കാണ്. കാർട്ടൂൺ ചാനലുകൾക്ക് മൾട്ടി ലാംഗ്വേജിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് ടാറ്റ പ്ലേയിൽ നീല ബട്ടൺ ബ്ലൂ ബട്ടൺ അമർത്തുക. ബ്ലൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കാണിക്കും. അതിനുശേഷം ലെഫ്റ്റോ റൈറ്റോ ഉപയോഗിച്ച് ലാംഗ്വേജുകൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. നമുക്ക് വേണ്ട ലാംഗ്വേജിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അമർത്തുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജിലേക്ക് മാറുന്നതാണ്. ഇനി നമുക്ക് ടാറ്റ പ്ലേ DTHൽ സ്ക്രീനിൽ എങ്ങനെ കാണിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ETV ബാലഭാരത് എന്ന ഒരു HD കാർട്ടൂൺ ചാനലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ബ്ലൂ ബട്ടൺ അമർത്തി. അപ്പോൾ പ്രാദേശിക ഭാഷകൾ മലയാളം സെലക്ട് ചെയ്തു. ഞാൻ ഗുജറാത്തി, മലയാളം, തെലുങ്ക്, അതുപോലെ മൾട്ടി ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ലാംഗ്വേജിൽ എത്തിച്ച് ഓക്കെ അമർത്തി കഴിഞ്ഞാൽ അതാത് ഭാഷകളിലേക്ക് വോയിസ് ഓഡിയോ മാറുന്നതാണ്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. എല്ലാ DTHലും അവൈലബിൾ ആണ്. ഇനി സൺ ഡയറക്റ്റിൻ്റെ റിമോട്ടിലും നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന DTH ആണ് സൺ ഡയറക്റ്റ്. സൺ ഡയറക്റ്റ് DTHൻ്റെ റിമോട്ടിൽ ബ്ലൂ ബട്ടണിന് പകരം ഒരു സ്പീക്കറിൻ്റെ ചിത്രമുള്ള ബട്ടണാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്പീക്കറിൻ്റെ ചിത്രവും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നീട് അപ്പ് ആൻഡ് ഡൗൺ താഴേക്കും മുകളിലേക്കും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചേഞ്ച് ആവുന്നതാണ്. അതിനുശേഷം ഓക്കെ അമർത്തുക. നമുക്ക് സ്ക്രീനിൽ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. സോണി നെറ്റ്വർക്കിൽ നിന്നും വരുന്ന സോണി യായ് എന്ന കാർട്ടൂൺ ചാനലാണ് ഞാനിന്നിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോണി യായ് ചാനൽ ഇട്ടതിന് ശേഷം സ്പീക്കറിൻ്റെ ചിത്രം ഉള്ള ബട്ടൺ അമർത്തി. അപ്പോൾ ഇതുപോലെ ഈ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന, ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ഈ സോണി യായ് എന്ന ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ലാംഗ്വേജുകൾ വരുന്നതാണ്. അതിൽ മുകളിലേക്കും താഴേക്കും പോയി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആനിമൽ പ്ലാനറ്റ് ചാനലൊന്ന് നോക്കാം. ആനിമൽ പ്ലാനറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ മൾട്ടി ലാംഗ്വേജുകൾ ഒരുപാടൊന്നുമില്ല. ഏതൊക്കെ വരുന്നത് നോക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. ഇനി നമുക്ക് ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ മുകളിലേക്കും താഴേക്കുമുള്ള ബട്ടണ് ഉപയോഗിച്ച് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒരു കാര്യം ഓർമ്മിക്കുക, എല്ലാ ചാനലുകളിലും ഈ ഒരു സംവിധാനം ഉണ്ടായിരിക്കണമെന്നില്ല. ചാനലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ലാംഗ്വേജ് വരുന്ന ചാനലുകളിൽ മാത്രമേ ഈ ഒരു സംവിധാനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.